പാലക്കാട് ജില്ലയിൽ ആദ്യമായി ഡേ കെയർ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറിക്ക് തുടക്കം കുറിച്ച് നെന്മാറ കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റൽ. കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റലിലെ ന്യൂറോ സയൻസസ് വിഭാഗത്തിൽ പാലക്കാട് ജില്ലയിൽ ആദ്യമായി ഡേ കെയർ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി സംവിധാനം ആരംഭിച്ചു. അത്യാധുനിക PELD സാങ്കേതികവിദ്യയിലൂടെ കുറഞ്ഞ മുറിവോടെയും വേഗത്തിലുള്ള രോഗമുക്തിയോടെയും സ്പൈൻ ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ ആശുപത്രിയിലെത്തുന്ന രോഗിക്ക് പരിശോധനകളും ശസ്ത്രക്രിയയും പൂർത്തിയാക്കി വൈകുന്നേരത്തോടെ വീട്ടിലേക്ക് മടങ്ങാനാകുന്ന രീതിയിലാണ് ഈ ചികിത്സാ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. സാധാരണ സ്പൈൻ ശസ്ത്രക്രിയകളിൽ കാണുന്ന വലിയ മുറിവുകളും ദീർഘകാല ആശുപത്രി താമസവും ഒഴിവാക്കി എൻഡോസ്കോപ്പിക് സംവിധാനത്തിലൂടെ കൃത്യവും സുരക്ഷിതവുമായി ശസ്ത്രക്രിയ നിർവഹിക്കാനാകുന്നതാണ് ഈ രീതിയുടെ പ്രത്യേകത. ഡിസ്ക് പ്രശ്നങ്ങൾ, നാഡീയമർച്ച മൂലം കാലിലേക്ക് പടരുന്ന വേദന, ദീർഘകാല ബാക്ക് പെയിൻ, കഴുത്തുവേദന എന്നിവയുൾപ്പെടെയുള്ള വിവിധ സ്പൈൻ രോഗങ്ങൾക്ക് എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ഫലപ്രദമായ ചികിത്സാ രീതിയാണെന്ന് കിംസ് അവൈറ്റിസ് സീനിയർ ന്യൂറോ സർജൻ ഡോക്ടർ തോമസ് സിറിയാക് അറിയിച്ചു. നമ്മളിപ്പോൾ പെൽഡ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് കിംസ് അവൈറ്റിസിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടുവേദന എന്നൊക്കെ പറയുമ്പോൾ, നടുവിൻ്റെ സർജറി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പേടിയാണ് വരുന്നത്. പൊതുവെ പാലക്കാട് പേഷ്യൻസ് ആരോട് നമ്മൾ ഇൻഡിക്കേറ്റഡ് കേസ് എല്ലാ പേഷ്യൻസിനും നമ്മൾ നടുവിന് ശസ്ത്രക്രിയ പറയാറില്ല. എന്നിരുന്നാലും ചില കേസുകൾക്ക് ശസ്ത്രക്രിയ കൂടാതെ ആ പെയിനോ വേദനയോ അല്ലെങ്കിൽ ബലക്കുറവോ മാറുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ശസ്ത്രക്രിയ പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ടെക്നോളജി എല്ലാം വളരെ അഡ്വാൻസ് ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിൻ്റെ പുതിയൊരു ഇതാണ് ക്യൂട്ടേനിയസ് എൻഡോസ്കോപ്പിക് ലംബാർ ഡിസ്കെക്ടമി. നമ്മൾ മെയിൻലി ചെയ്യുന്നത് നമ്മുടെ ലംബാർ ഡിസ്ക് കൊളാപ്സ് എന്ന കണ്ടീഷനാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ചെറിയ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് പറയാം. ചെറിയൊരു ഇൻസിഷൻ, ഒരു 1 സെന്റിമീറ്റർ താഴെയുള്ളൊരു ചെറിയ ഇൻസിഷനിൽ കൂടി ഒരു സ്കോപ്പ് കടത്തി വിട്ടിട്ട് അതിനായിട്ടുള്ള സ്പെസിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ്. അതുവഴി നമ്മുടെ തള്ളി നിൽക്കുന്ന ഡിസ്ക്, ഞരമ്പിനെ തട്ടി നിൽക്കുന്ന ആ ഡിസ്ക് വലിച്ച് നീക്കുന്നത് മൂലം രോഗിക്ക് പെട്ടെന്ന് തന്നെയുള്ളൊരു ആശ്വാസം, അല്ലെങ്കിൽ ബലക്കുറവ് മാറുക, അല്ലെങ്കിൽ വേദന മാറി കിട്ടുന്ന ഒരു സർജറിയാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് ലോസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഏർലി റിക്കവറി, പെട്ടെന്ന് തന്നെ നമുക്ക് പേഷ്യന്റിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും, പിന്നെ പേഷ്യന്റിനെ വീട്ടിലോട്ട് വിടാനായിട്ട് സാധിക്കും. ഇതിനോടൊപ്പം സ്ട്രോക്ക് രോഗികൾക്ക് നിർണായകമായ ഗോൾഡൻ അവർ ചികിത്സ ഉറപ്പാക്കുന്നതിനായി 24 മണിക്കൂർ എമർജൻസി സേവനം, അതിവേഗ ബ്രെയിൻ ഇമേജിംഗ് സൗകര്യം, മികച്ച ക്രിട്ടിക്കൽ കെയർ പിന്തുണ, വിദഗ്ധ ന്യൂറോ മെഡിക്കൽ ടീം എന്നിവയുടെ സേവനത്തോടെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് റെഡി സെന്റർ സംവിധാനവും ആശുപത്രിയിൽ 24 മണിക്കൂറും ലഭ്യമാണ്. ന്യൂറോ സയൻസസ് വിഭാഗത്തിൽ പീഡിയാട്രിക് ന്യൂറോ സർജറി, ബ്രെയിൻ ട്യൂമർ സർജറി, അപസ്മാര രോഗത്തിനുള്ള എപ്പിലെപ്സി സർജറി, പാർക്കിൻസൺസ് രോഗത്തിനുള്ള ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ചികിത്സ എന്നിവയും ലഭ്യമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. പാലക്കാട് ജില്ലയിലെ ജനങ്ങൾക്ക് അത്യാധുനിക ന്യൂറോ ചികിത്സാ സേവനങ്ങൾ സമീപത്ത് തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഡയറക്ടർ ആൻഡ് കിംസ് കേരള ക്ലസ്റ്റർ CEO ഫർഹാൻ യാസിൻ അറിയിച്ചു. നമ്മൾ 24 hours ന്യൂറോ സർജറി അവൈലബിലിറ്റി വിത്ത് എമർജൻസി ബെഡ്സ്. അപ്പോൾ ഏത് രീതിയിലുള്ള ഹെഡ് ഇഞ്ചുറീസോ ബാക്കിയുള്ള അപകടങ്ങൾ അവസ്ഥകൾ വന്നാൽ തരണം ചെയ്യാനുള്ള സിസ്റ്റം നമ്മുടെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും അത്തരത്തിൽ കുറേ കേസ് ജില്ലയിൽ പല ഭാഗത്തുനിന്നും എത്തുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ ന്യൂറോളജിയിൽ എടുക്കുകയാണെങ്കിൽ എപ്പിലെപ്സി ക്ലിനിക്, മൂവ്മെന്റ് ഡിസോർഡർ, അതായത് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ പോലുള്ള ചികിത്സാ സൗകര്യങ്ങൾ, എപ്പിലെപ്സി സർജറീസ്, ഇതെല്ലാം പാലക്കാട് കിംസ് അവൈറ്റിസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോക്കിന് വേണ്ടി ഒരു പ്രത്യേക യൂണിറ്റ് തന്നെ ഉണ്ട്. അതുകൊണ്ട് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്ത് തന്നെ സ്ട്രോക്ക് ICU, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. സ്ട്രോക്ക് ICU ഈ സ്ട്രോക്ക് ബാധിച്ചു വരുന്നവർക്ക് ആ ഗോൾഡൻ അവറിൽ ചികിത്സ കൊടുക്കുക, ഇന്റർവെൻഷനായിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള സംവിധാനം കൂടി അവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ന്യൂറോളജി, ന്യൂറോ സയൻസസ് ഒട്ടാകെ എടുക്കണമെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും ഇവിടെ ചെയ്തു തുടങ്ങി. ഇവർ കേരളത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയത്തക്ക രീതിയിൽ എല്ലാ പ്രത്യേകതകളും വെച്ചുകൊണ്ട് 24/7 അവൈലബിലിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ന്യൂറോ സയൻസസ് ഡിപ്പാർട്ട്മെന്റ് കിംസ് അവൈറ്റിസ് നെന്മാറയിൽ പ്രവർത്തിക്കുന്നു. കിംസ് അവൈറ്റിസ് ഹോസ്പിറ്റൽ യൂണിറ്റ് ഹെഡ് ഡോക്ടർ വിനോദ് രാജഗോപാലൻ, ന്യൂറോ സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ തോമസ് സിറിയാക്, ന്യൂറോ മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ TS ധന്യ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ PS സാവിത്രി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.